ഇന്ന് ആകാശത്ത് പറക്കുന്ന ഏറ്റവും വലിയ എഞ്ചിനീയറിങ്ങിൻ്റെ അത്ഭുതമാണ് വിമാനം. വിമാനം ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിനെ ഭേദിച്ചുകൊണ്ട് ടൺ കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വിമാനം ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. അതേപോലെ തന്നെ വിമാനത്തിൻ്റെ യാത്രയിൽ ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത ഒരു യാത്രയാണ്. കാരണം വിമാനം ആകാശത്ത് വെച്ചാണ് പറക്കുന്നത്. മറ്റുള്ള കരയിലോ സമുദ്രത്തിലോ ഇരിക്കുന്ന വാഹനങ്ങളെ പോലെയല്ല. അത് പെട്ടെന്ന് നമുക്ക് നിർത്താൻ ഒരിക്കലും കഴിയില്ല. അതിന് എഞ്ചിന് കേടുപാടുകൾ വരാം. പക്ഷികൾ വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചില്ലുകൾ പൊട്ടിത്തെറിക്കാം. ഹൈഡ്രോളിക്സിന് ഇലക്ട്രോണിക്സിന് കേടുകൾ വരാം. വിമാനത്തിനുള്ളിൽ ആരെങ്കിലും ബോംബുകൾ വെച്ചാൽ അതിന് കേടുപാടുകൾ വരാം. അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ വിമാനത്തിനുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ലോകത്തിൽ മനുഷ്യൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതും പലയിടത്തും പോകുന്നതും. ഏറ്റവും വേഗത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന യാത്രയും വിമാനങ്ങളിലുള്ള യാത്രയാണ്. വിമാനത്തിനെ നിയന്ത്രിക്കുന്നത് പൈലറ്റുകളാണ്. പൈലറ്റുകൾ സാധാരണയിൽ കവിഞ്ഞിട്ട് ബുദ്ധിയും കഴിവുള്ള വ്യക്തികളാണ്. വിമാനത്തിന് ആകാശത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ കഴിവ് പോലെ ഇരിക്കും വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പൈലറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് പിന്നെ ജനങ്ങൾ ഇതിൽ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടൻ ആൻ്റണി വർഗീസിന് ഒരു തിക്താനുഭവം ഉണ്ടായി. അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വിമാനം റൺവേ തൊടാൻ പറ്റാത്ത കാലാവസ്ഥയുടെ പ്രതികൂലം കാരണം അത് കറങ്ങേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. വിമാനം പറപ്പിച്ചുകൊണ്ടിരുന്നത് പെൺ പൈലറ്റുമാരാണ്. പിന്നീട് അവർ വളരെ ഉറച്ച തീരുമാനത്തോടുകൂടിയിട്ട് അവർക്ക് വിമാനം ലാൻഡ് ചെയ്യാനായിട്ട് പറ്റി എന്നാണ് കേൾക്കുന്നത്. അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം ഇന്ത്യയിലുള്ള എല്ലാ വിമാനയാത്രകളും വളരെ സങ്കീർണമായിട്ടാണ് അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ കാണുന്നത്. കാരണം ആളുകൾ പേടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഏതായാലും ആൻ്റണി വർഗീസ് സഞ്ചരിച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ പൈലറ്റുമാർ മിടുക്കരായിരുന്നുകൊണ്ട് അവർക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് ആ നടൻ കണക്കാക്കുന്നത്.